ഹായ് ഫ്രണ്ട്സ്, ജയസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ കാണിക്കുന്നത് 2 ചുരിദാർ മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. 2 ടോപ്പ് ലൈൻ ടോപ്പായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പാൻറ്റ് പാട്ടിയാല മോഡലാണ് കേട്ടോ തയ്ച്ചിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ മോൻ്റെ ടീച്ചർ തയ്ക്കാൻ തന്നതാണ്. ആദ്യം 2 ചുരിദാർ ടോപ്പ് ഷേപ്പ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് കൊടുത്തപ്പോൾ ആൾക്കത് കറക്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ചുരിദാർ മെറ്റീരിയൽ എടുത്തിട്ട് തയ്ച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ എനിക്ക് ഓൾട്രേഷൻ വർക്കാണ് കിട്ടുക, ദിവസം ഉണ്ടാവും തയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ട് പോകുന്ന ചുരിദാർ കണ്ടിട്ട് ഇഷ്ടമായിട്ട് ടീച്ചർ എനിക്കും തയ്ച്ചു തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ശരി തയ്ച്ചു തരാൻ പറഞ്ഞപ്പോൾ അതിന് ശേഷമാണ് ആൾ ഈ 2 മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കോട്ടൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഒന്നിന് സ്ലീവ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്ലീവ് 10 ഇഞ്ചാണ് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തികയാത്തത് കൊണ്ട് ബ്ലാക്കിന് ഞാൻ ഈ പാൻറ്റിൻ്റെ ഈ വൈറ്റിൻ്റെ ഈ കളർ ഇതിൻ്റെ പീസ് എടുത്തിട്ടാണ്, ബാലൻസ് പീസൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ആദ്യം ഞാൻ പൈപ്പിങ്ങായി കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പൈപ്പിംഗ് കൊടുത്തിട്ട് കാര്യമില്ല, ലെങ്ത്ത് പോരാ. അപ്പോൾ ഞാൻ 4 ഇഞ്ച് വീതിക്ക് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തയ്ച്ചാൽ മതിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു അത് ഭംഗിയുണ്ട്, അത് മതി പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ആ 4 ഇഞ്ച് വീതിക്ക് വെച്ച് തയ്ച്ചു, എന്നാലേ 10 ഇഞ്ച് കിട്ടുകയുള്ളേ. അപ്പോൾ അങ്ങനെ തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻ കളറിന് തുണി തയ്ഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ 2 ലൈൻ ടോപ്പാണ് തയ്ച്ചത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തയ്ച്ച് കിട്ടി കേട്ടോ. രാത്രിയൊക്കെ ഇരുന്ന് തയ്ക്കേണ്ടി വന്നു. ഒറ്റ ദിവസം കൊണ്ട് തയ്ച്ചു കൊടുക്കേണ്ട ഡ്രസ്സായതുകൊണ്ട് നമുക്ക് സമയം അധികം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ ഇത് തയ്ച്ചു കൊടുത്തതാണ്. അതിന് ശേഷം 2 ഫ്രോക്കും കൂടെ തയ്ച്ചിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ കോട്ടൺ ചുരിദാറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റി കേട്ടോ. ഇല്ലെങ്കിൽ വേറെ ഷിഫോനോ ജോർജറ്റ് അങ്ങനത്തെ മെറ്റീരിയൽ ആകുമ്പോൾ വഴിക്ക് പോകണ്ട. ഇത് കോട്ടൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റിയ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് അളവിൽ തന്നെ തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ബ്ലാക്ക് ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഷോള് ടീച്ചർ അരികൊന്നും അടിക്കേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. ഇതിപ്പോൾ ടോപ്പ് ലൈൻ ടോപ്പ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫുൾ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് അത്രയ്ക്ക് ഫോട്ടോ എടുക്കാൻ ക്ലിയറായിട്ട് എടുക്കാൻ പറ്റാത്ത കറണ്ടും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത്രയ്ക്ക് ക്ലിയറായിട്ട് കാണാത്തത്. പിന്നെ മറ്റേത് ഗ്രീൻ കളർ വന്നിട്ട് മടക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് വൈകുന്നേരം മോനെ കൂട്ടാൻ പോകാൻ സമയമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വേഗം തന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. നെക്കിൽ ഈ ഡിസൈനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്രീൻ കളറാണ്. ഗ്രീൻ കളർ പാൻറ്റും ഗ്രീൻ കളർ തന്നെയാണ് ടോപ്പും വന്നിരിക്കുന്നത്. ചെറിയൊരു വൈറ്റ് ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പാൻറ്റിന് വള്ളിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇതിന് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞു ഇങ്ങനെ വള്ളിയൊന്നും ഇട്ടിട്ടില്ല, അപ്പോൾ ഒക്കെ ഉള്ളിലകത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞു. ഈ നെക്കിൽ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ലേസ് വർക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തത് കൊണ്ടാണ്. രാത്രിയൊക്കെയാണ് കട്ട് ചെയ്തത്, അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടും കാര്യമില്ല, ക്ലിയറായിട്ട് കിട്ടില്ലല്ലോ. പകലൊക്കെ ആകുമ്പോൾ ക്ലിയറായിട്ട് എടുക്കാനും പറ്റുമല്ലോ. ഒന്നാമത് സമയം ഉണ്ടായിരുന്നില്ല, പിന്നെ രാത്രിയും കൂടിയാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇത് 2 സ്റ്റിച്ച് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ ഒരു സമാധാനമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തേക്കണേ. ഓക്കെ, ബൈ.